എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 4-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇരു മുന്നണികളുടെയും പ്രകടന പത്രികകൾ പുറത്തിറക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സമാനമായിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനാണ്. ക്ഷേമ പെൻഷൻ 3000-ലേക്ക് എത്തിക്കും എന്നാണ് LDFും UDFും അതുപോലെ തന്നെ NDAയും ഒരുപോലെ അവകാശപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. സംസ്ഥാനത്തെ വോട്ടർമാരിൽ 1/6 പേർ ഈ ഒരു ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണ്. 62 ലക്ഷത്തിലധികം പേർക്കാണ് ഈ ഒരു 2000 രൂപ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 3000-ലേക്ക് എത്തിക്കും എന്നാണ് LDFും UDFും NDAയും പറയുന്നത്. 2026 ഏപ്രിൽ 9-ാം തീയതിയാണ് സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്. ഇതിന് മുന്നോടിയായി ഏപ്രിൽ മാസത്തിൽ വിതരണം ആരംഭിക്കുന്ന ഏപ്രിൽ റേഷനോടൊപ്പം മെയ് റേഷൻ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇരട്ടി റേഷൻ ലഭിക്കുന്നതാണ്. നാളെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് 60 കിലോ അരിയും 4 കിലോ ഗോതമ്പും 6 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. സ്ഥിരമായി ലഭിച്ചിരുന്ന പഞ്ചസാര ഈ 2 മാസങ്ങളിൽ ഇല്ല. പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഓരോ അംഗങ്ങൾക്കും 8 കിലോ വീതം അരിയും 2 കിലോ ഗോതമ്പും ലഭിക്കും. അങ്ങനെ 10 കിലോ ആണ് ഓരോ വ്യക്തിക്കും ലഭിക്കുക. 10 അംഗങ്ങളോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് 1 ക്വിൻ്റലിന് മുകളിലാണ് ഭക്ഷ്യധാന്യം ലഭിക്കുന്നത്. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 8 കിലോ ഗോതമ്പ് കുറച്ച് പകരം 8 പാക്കറ്റ് ആട്ട നൽകുന്നതാണ്. റേഷൻ കാർഡിൽ 4 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക, ഗോതമ്പ് ലഭിക്കില്ല. പിങ്ക് റേഷൻ കാർഡിന് ഓരോ ആട്ടക്കും 9 രൂപ വീതം നൽകണം. നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ വ്യക്തിക്കും 4 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ 2 മാസത്തെ സ്പെഷ്യലായും കൊണ്ട് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. കൂടാതെ 6 ആട്ട വാങ്ങാവുന്നതാണ്. 17 രൂപ നിരക്കിലാണ് വാങ്ങാൻ കഴിയുക. വെള്ള റേഷൻ കാർഡിന് 10 കിലോ അരിയാണ് ആകെ ഈ 2 മാസത്തേക്ക് അനുവദിച്ചിട്ടുള്ളത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് അത് ലഭിക്കുക. 6 ആട്ടയും വെള്ള റേഷൻ കാർഡിനുണ്ട്. ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിലാണ് നൽകേണ്ടി വരുന്നത്. ബ്രൗൺ റേഷൻ കാർഡിന് 4 കിലോ അരിയാണ് ഈ 2 മാസത്തേക്കുള്ളത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് അരി ലഭിക്കുക. 17 രൂപയ്ക്ക് 2 ആട്ടയും ഈ 2 മാസത്തേക്കുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് വാങ്ങാം. ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ മെയ് മാസത്തെ റേഷൻ വാങ്ങാം എന്നുള്ളതാണ് ഇതിലുള്ള പ്രത്യേകത. ഈ മാസത്തെയിലും മെയ് മാസം 30 വരെ ഇതെല്ലാം വാങ്ങാം. ഏപ്രിൽ മാസത്തിൽ ഇതൊന്നും വാങ്ങിയിട്ടില്ല എങ്കിൽ മെയ് മാസം 30 വരെ ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മണ്ണെണ്ണയുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് 1/2 ലിറ്ററുമാണ് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ ലഭിക്കുക. കഴിഞ്ഞ മാസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. കഴിഞ്ഞ മാസം വാങ്ങാത്തവർക്ക് ഈ മാസം വാങ്ങാം, ഇല്ലെങ്കിൽ അടുത്ത മാസവും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ മെയ് 30-ന് മുമ്പ് അതെല്ലാം വാങ്ങണമെന്നുള്ളതാണ്. എല്ലാം ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ അരി, അതായത് ഇപ്പോൾ ദേശാഭിമാനിയിലൊക്കെ 60 കിലോ അരി മഞ്ഞ റേഷൻ കാർഡിന് എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് 2 മാസത്തെ അരിയാണ്. മെയ് മാസം 4-ാം തീയതിയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. അപ്പോൾ പുതിയ ഭരണസമിതിയാണ് നമുക്ക് വരാൻ പോകുന്നത്. LDF ആയാലും UDF ആയാലും നിലവിലുള്ള 2ാം പിണറായി സർക്കാർ അവസാനിച്ച് 3ാം പിണറായി സർക്കാരോ അല്ലെങ്കിൽ UDFൻ്റെ ഒരു ഭരണസമിതിയോ വരാൻ പോകുന്നു. അപ്പോൾ അവരായിരിക്കും മെയ് മാസത്തെ റേഷൻ വിതരണം ചെയ്യേണ്ടത്. പക്ഷേ അതിനു മുമ്പ് ഏപ്രിൽ മാസത്തിൽ വാങ്ങുകയാണെങ്കിൽ മെയ് മാസം റേഷൻ ഉണ്ടാകില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. സപ്ലൈകോയിൽ നിന്ന് വിഷു കിറ്റ് വാങ്ങാവുന്നതാണ്. 16-ാം തീയതി വരെയാണ് വാങ്ങാൻ കഴിയുക. 16 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള വിഷു കിറ്റിന് 1001 രൂപയാണ് നൽകേണ്ടത്. 1250 രൂപയ്ക്ക് മുകളിലുള്ള വില വരുന്ന സാധനങ്ങൾ ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. 20 കിലോ അരി 25 രൂപ നിരക്കിലും സബ്സിഡി സാധനങ്ങളും 8 കിലോ അരി ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങളും വാങ്ങാവുന്നതാണ്. 2 രൂപയ്ക്ക് മുകളിലുള്ള സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് 101 രൂപയുടെ ഒരു ഫുഡ് കൂപ്പൺ ലഭിക്കുന്നതാണ്. അത് മെയ് 30 വരെ റിഡീം ചെയ്യാവുന്നതാണ്. അതായത് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ കാർഡ് കൊടുത്ത് അതിൻ്റെ വില 101 രൂപ കുറക്കാൻ കഴിയുന്നതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ഇലക്ഷൻ വരുന്നത് 9-ാം തീയതിയാണ്. 10-ാം തീയതിയും 11-ാം തീയതിയും സപ്ലൈകോയിൽ നിന്നും വോട്ട് ചെയ്ത മഷി കാണിച്ചു കൊടുത്താൽ 1 രൂപയ്ക്ക് ശബരിയുടെ പുട്ടുപൊടി 1 കിലോയുടേത് വാങ്ങാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. സംസ്ഥാനത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കുകയും 25-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് നടന്നില്ല. മാക്സിമം ഇലക്ഷന് തൊട്ട് മുമ്പത്തേക്ക് ഇത് വൈകിക്കുക എന്നുള്ള
ലക്ഷ്യം സർക്കാരിനുണ്ടായിരുന്നു. കാരണം വോട്ട് ചെയ്യുന്നതിന് തലേ ദിവസം മുമ്പൊക്കെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ 4000 രൂപ കയ്യിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷനെ സ്വാധീനിച്ചേക്കാം എന്ന് സർക്കാർ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെൻഷൻ വിതരണം 30-ാം തീയതിയിലേക്കും 31-ാം തീയതിയിലേക്കും മാറ്റിയിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ തുക ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ പകുതിയിലധികം ആളുകൾക്ക് സർവീസ് സഹകരണ സംഘങ്ങൾ കയ്യിലാണ് പെൻഷൻ വിതരണം നടത്താറുള്ളത്. ആ പെൻഷൻ ഇതുവരെ വിതരണം ആരംഭിച്ചിട്ടില്ല. അതിനുള്ളൊരു കാരണം 31-ാം തീയതി ആണ് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തിയത്. ട്രഷറിയിൽ പണം എത്തിയിട്ടുണ്ട്. പക്ഷേ ട്രഷറി 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ഇന്നും ഇന്നലെയും മിഞ്ഞാന്നും ലീവായിരുന്നു. നാളെ ട്രഷറി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആ ഒരു തുക മാറിയെടുക്കാനാകും എന്നാണ് സർവീസ് സഹകരണ സംഘങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ ട്രഷറികളിലേക്ക് സർവീസ് സഹകരണ സംഘങ്ങൾ എത്തും. അപ്പോൾ അവർക്ക് ആ ഒരു തുക നാളെ എപ്പോഴാണോ ലഭിക്കുന്നത് അതിനുശേഷം ജീവനക്കാർ വീടുകളിലെത്തി പെൻഷൻ വിതരണം ആരംഭിക്കും. നാളെ എത്തുകയാണ് എങ്കിൽ മറ്റന്നാൾ ഞായറാഴ്ചയാണ് എങ്കിൽ പോലും വീടുകളിൽ പെൻഷൻ വിതരണം നടക്കുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തോടു കൂടി പെൻഷൻ വിതരണം സജീവമാകുകയും ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതുമാണ്. 2000 രൂപയുടെ 2 ഗഡുക്കളായിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറിയത് എങ്കിൽ വീടുകളിൽ വിതരണം ചെയ്യുമ്പോൾ 4000 രൂപയാക്കിയിട്ട് തന്നെയായിരിക്കും അത് വിതരണം ചെയ്യുക. 4000 രൂപ ഓരോ ഗുണഭോക്താക്കളുടെ കയ്യിലേക്കും എത്തിച്ച് നൽകുന്നതാണ്. അപ്പോൾ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ വിതരണം കയ്യിലും വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. അടുത്ത പെൻഷൻ മെയ് മാസത്തേതാണ്. അതിൻ്റെ ഉത്തരവും സർക്കാർ മുൻകൂറായിട്ട് ഇറക്കിയിട്ടുണ്ട്. മെയ് മാസത്തിൽ ആ ഒരു പെൻഷൻ അതായത് സമയത്ത് ലഭിക്കും. പക്ഷേ ഇലക്ഷന് മുമ്പ് അതില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സ്ത്രീ സുരക്ഷാ പെൻഷൻ തിങ്കളാഴ്ച വിതരണം ഉണ്ടായേക്കും എന്നുള്ളതും നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഇല്ല. കാരണം 3 ദിവസം തുടർച്ചയായിട്ടുള്ള ഓഫീസ് അവധി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏപ്രിൽ മാസത്തെ 1000 പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 6 മാസത്തേതാണ് വിതരണം ചെയ്തത്. അത് മുഴുവൻ ലഭിച്ചിട്ടുള്ളവർ താഴെ നിന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ബാക്കി തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് ഒരു വിവരമില്ല. അത് നമ്മൾ ചോദിച്ച ഫോൺ കോൾ നിങ്ങളെ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചിരുന്നു. അപ്പോൾ പ്രവാസി പെൻഷനൊക്കെ മുഴുവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും താഴെ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ അതും കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. 9-ാം തീയതിക്ക് മുമ്പ് എല്ലാം കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.